ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ നൗഷിക്. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഫാമാണ്, ക്രോപ്പ് ഫാമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടേക്കായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഞാൻ ഇവിടെയുള്ള ഗ്രാസ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്ടർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്തു. അപ്പം ഇനി ബാക്കി അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ ചെസ്റ്റിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ആയിരുന്നു ആദ്യം ഹോള് തുടങ്ങാൻ വെച്ച, അവിടുന്ന് സൈഡിലേക്കൊന്നും ഗ്രാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് റിമൂവ് ആക്കി. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് നമ്മൾ സെൻറ്റർ പോർഷനിലൊരു ഹോൾ എടുത്തതിന് ശേഷം വാട്ടർ പ്ലേസ് ചെയ്തിട്ട് ഒരു വുഡൻ സ്ലാബ് കറക്റ്റ് നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളതിൻ്റെ 4 സൈഡിലും, അതായത് 4 ഭാഗത്തേക്കും 4 അല്ലെങ്കിൽ 5, അത് നിങ്ങളുടെ ഫാം എത്രത്തോളം ലെങ്ത്ത് വേണോ എത്ര വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു വുഡൻ സ്ലാബിൻ്റെ 4 ഭാഗത്തേക്കായിട്ടും അത് എന്താ ചെയ്യാം, നമ്മൾ ഈ ഒരു വെപ്പൺ യൂസ് ചെയ്തിട്ട് 4 ഭാഗത്തേക്കും ക്ലിയർ ചെയ്യാം. അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി അത് മാറ്റണം. അതായത് നമ്മൾ കറക്റ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക. എന്നിട്ട് ചുറ്റിനും തമ്മിൽ കണക്റ്റ് ചെയ്യണം. അതായത് 4 ആയിരിക്കും നല്ലത്, ബട്ട് ഞാൻ 5 എടുത്തത്. കാരണം നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്ത ആ വാട്ടർ അതുമായിട്ട് കണക്റ്റ് ആവണമല്ലോ. അതുകൊണ്ടൊരു 4 അല്ലെങ്കിൽ 5, ഓക്കെ, മാക്സിമം 5. അതിലധികം നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് വേറെ വാട്ടർ അതുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യണം. പിന്നെ അതായത് മേൾഭാഗം എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ സെറ്റ് ചെയ്യുക. കാരണം മഴ പെയ്യുമ്പോഴും നമുക്കെന്താ ഈ ഇതൊക്കെ ഫാമിങ് ഓട്ടോമാറ്റിക്കലി, അതായത് വെള്ളം കിട്ടിക്കോളും. ചില വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത് മേൾഭാഗം കവർ ചെയ്തിട്ട്, അതായത് ഒരു എന്താ പറയുക, ഒന്നുകൂടി നല്ല രീതിക്ക് വൃത്തിക്ക് തോന്നാൻ വേണ്ടിയിട്ട് മേൾഭാഗം മൊത്തം എന്താ ചെയ്യുക, അടിച്ചിട്ട് നമ്മൾ ഈ വില്ലേജ് ഹൗസിൻ്റെ ഒക്കെ മേത്തിലുണ്ടാകുന്ന രീതിയിൽ സ്റ്റേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ക്ലീനൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് അതിനെക്കാട്ടും നല്ല ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുക ചെയ്യാം, ഇതിൻ്റെ സൈഡ്, അതായത് നമ്മൾ ആ 5 ബ്ലോക്സ് അല്ലെങ്കിൽ 4 ബ്ലോക്സ് എടുത്തതിൻ്റെ സൈഡ് എന്ത് ചെയ്യണം, കറക്റ്റ് ഒരു ബോക്സ് ഷേപ്പിൽ, അതായത് കറക്റ്റ് നമ്മൾ ആ ഒരു എത്രയാണോ 4 അല്ലെങ്കിൽ 5 എടുത്താൽ അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ എന്താക്കണം, അത് ബ്ലോക്ക് കറക്റ്റ് എടുക്കണം. കാരണം നമുക്ക് അവിടെ കുറച്ച് വാട്ടർ പ്ലേസ് ചെയ്യാണ്ട്. കാരണം ഞാൻ 5 ബ്ലോക്സ് ആണ് എടുത്തത്. അപ്പോൾ എനിക്ക് അവിടെ വാട്ടർ ഇത് ചെയ്യണം. കാരണം എൻ്റെ 2-3 ബ്ലോക്ക് എക്സ്ട്രാ, അതായത് ഡ്രൈ ആയിട്ട് കിടക്കും. അപ്പോൾ എനിക്കത് ഡ്രൈ ആയിട്ട് കിടന്ന് അവിടെ ഗ്രോത്ത് ആകത്തില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുക, ഞാൻ ഇവിടെ സൈഡിലെടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിൽ എടുക്കണം. കാരണം നമുക്ക് ഹോപ്പറും ചെസ്റ്റും പ്ലേസ് ചെയ്യാണ്ട്. അപ്പോൾ അത് രണ്ടും പ്ലേസ് ചെയ്യാൻ നമുക്ക് ഈ സൈഡ് എടുക്കണം. അപ്പോൾ നമുക്ക് ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല അതിന്. ബട്ട് ഞാൻ ഈ വാട്ടർ കൂടിയും പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഗ്രോത്തൊക്കെ ആയി കിട്ടും. കാരണം ഡ്രൈ ആയിരിക്കത്തില്ല, ഏതെങ്കിലും 1-2 ഒക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടലി 4 ബക്കറ്റ് വെള്ളമാണ് വേണ്ടത്. അപ്പം ഞാൻ ഇന്നലെ മൈനിങ്ങിന് പോയെടുത്തുനിന്ന് കുറച്ച് ലാവയും അതേപോലെ തന്നെ വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നു. അത് എപ്പോൾ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് ഫ്രണ്ട് ഭാഗം, ഏത് ഭാഗമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു 4 ബ്ലോക്ക് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ 4 അല്ലേ 5, എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഹോപ്പർ സെറ്റ് ചെയ്യണം. അപ്പം അപ്പോൾ ഹോപ്പറല്ല ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ചെസ്റ്റാണ്. ഹോപ്പർ സെക്കൻഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനത് വിട്ടുപോയി. അപ്പം നമുക്ക് ഈ ഹോപ്പേഴ്സൊക്കെ ഇനി പൊട്ടിച്ചെടുക്കണം. കാരണം നമ്മൾ ഹോപ്പറിലേക്ക് വെക്കുന്നത് ചെസ്റ്റിലേക്ക് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം ചെസ്റ്റ് പ്ലേസ് ചെയ്യണം. ചെസ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹോപ്പർ അതിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡായിട്ട് വെക്കേണ്ടത്. അപ്പം ഞാൻ മൊത്തം 3 ചെസ്റ്റാണ് വെച്ചിട്ടുള്ളത്. അതായത് വലിയ 3 ചെസ്റ്റാണ് വെച്ചിട്ടുള്ളത്. ഇനി ഹോപ്പർ കറക്റ്റ്, അതായത് ആ ഒരു കറക്റ്റ് ബോക്സിന് ഈ 2 എണ്ണം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഒരു ബോക്സിന് 2 എണ്ണം എന്നുള്ള രീതിയിൽ കറക്റ്റ് അത് സെറ്റ് ചെയ്യുക. അപ്പം ആ ഒരു ഏരിയ നമ്മളിത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ ഫാമിനുള്ള ഇത് സെറ്റായി. ഇനി നമുക്ക് 4 ഭാഗത്തും വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ മഡ് വേഗം എന്താ പറയുക, നനവ് കിട്ടുന്ന. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഗ്രോത്ത് ആവാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഈ 4 ഭാഗത്തും ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒഴുക്ക് പോലെ നിന്നോട്ടെ, 4 സൈഡിൽ നിന്നും കറക്റ്റ് വന്നാൽ മതി. അത് കാരണം അതിൻ്റെ മേത്തിൽ പിന്നെ നമ്മൾ വുഡൻ സ്ലാബ് വെക്കും. ഒരു വുഡൻ പ്ലേറ്റ്, ആ ഒരു സാധനം നമ്മൾ മൊത്തം കവർ ചെയ്യും. അതിന് ചുറ്റും ഇത് സെറ്റ് ചെയ്താൽ എന്താ പറയുക, ഒരു വൃത്തി ഉണ്ടാകും കാണാൻ. അപ്പം
നമ്മളെന്താ പറയുക വുഡൻ പ്ലേറ്റ് മൊത്തം സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പം അതിൻ്റെ മേത്തിൽ നമ്മളതുപോലെ ഒരു കുറ്റി പ്ലേസ് ചെയ്തിട്ട്, അതായത് ഒരു 2 ബ്ലോക്ക് ടെമ്പററി ആയിട്ട് 2 ബ്ലോക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് അതിൻ്റെ താഴത്ത് ഒരു സാധനം പ്ലേസ് ചെയ്യാനുണ്ട്. അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം കറക്റ്റ് അതിൻ്റെ ഫേസ് അടിയിലേക്കായിട്ട് ഡിസ്പോസർ കറക്റ്റ് അടിയിലേക്കായിട്ട് സെറ്റ് ചെയ്യണം. കാരണം നമുക്ക് അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഫാം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെയിൻ സാധനം. കാരണം ഇത് കറക്റ്റ് ഇതിൻ്റെ ഫേസ് അടിയിലേക്കായിട്ട്, എന്നിട്ട് അതിൽ വാട്ടർ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതാണ് ആ വെള്ളം ഒഴുകുന്നതിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് അത് താഴത്തേക്കായിട്ട് പ്ലേസ് ചെയ്തിട്ട് മേത്തുള്ള ബ്ലോക്ക് കട്ട് ചെയ്താൽ, എന്നിട്ട് അതിൽ എന്താ പറയുക വെള്ളം പ്ലേസ് ചെയ്യണം. അപ്പം നമുക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് ഇല്ല, അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് തരാം. അപ്പോൾ കയ്യിലുള്ള വെള്ളം മൊത്തം അവിടെ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ വെള്ളം എടുക്കണം. അപ്പോൾ നൈറ്റായ സ്ഥിതിക്ക് നമുക്കൊന്ന് കിടക്കുക. കാരണം സോംബീസൊക്കെ പെട്ടെന്ന് വന്നുവിട്ടാൽ പിന്നെ അതുമായിട്ട് ഫൈറ്റ് എടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ അതിന് ടൈമില്ല. അപ്പം നമുക്ക് എന്താ പറയുക ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് വേഗം ഒരു ഫുഡ് ഫാം ഉണ്ടാക്കുന്ന അതാണ്. അപ്പോൾ നമുക്കിനി വില്ലേജ് ബ്രീഡർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇനിയും വേറെ ഉണ്ടാക്കാനുണ്ട്. അപ്പം ഫുഡിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം വുഡൻ സ്ലാബ് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക ഈ ചുറ്റിനും കെട്ടാനുള്ള സാധനമൊക്കെ വേണം. അപ്പോൾ പൊട്ടാറ്റോസും ക്യാരറ്റും വീറ്റുമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കയ്യിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൈനിങ്ങിന് പോയ ടൈമിന് അവിടെ ഒരുപാട് ലാവയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയൺ ബക്കറ്റ് ഞാൻ കയ്യിൽ കരുതിയിരുന്നു. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും കയ്യിലുണ്ടായിരുന്നു. അപ്പം 2 സ്റ്റാക്ക് അയണും കയ്യിൽ വെച്ച് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചായിരുന്നു പോയത്. കാരണം ആവശ്യത്തിനനുസരിച്ച് ഓരോന്ന് ഇതാക്കാൻ പിക്കാക്സൊക്കെ പൊട്ടിപ്പോയാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിയിരുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുവിധമൊക്കെ സെറ്റാണ്. ഇനി ഫുഡ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, അതൊക്കെ സെറ്റാക്കുകയാണ്. ഇപ്പോൾ ഫുഡിൻ്റെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഹണ്ടിങ്ങിൻ്റെ അത് സെറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക് ഹണ്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവം സെറ്റ് ചെയ്യണം. അതൊക്കെ അടുത്ത സീരീസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ബാലൻസ് വന്ന് മൊത്തം ക്ലിയർ ചെയ്യാം. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്പോസറിൽ നമുക്ക് വാട്ടർ പ്ലേസ് ചെയ്യണം. അപ്പം നല്ല നിങ്ങൾക്ക് എത്ര ബക്കറ്റ് വെള്ളം അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണോ അത്രയും വെച്ചോളുക. ഞാനെന്തായാലും ഒരു ബക്കറ്റേ വെച്ചുള്ളൂ. അതിനുശേഷം ഒരു സ്വിച്ച് അവിടെ പ്ലേസ് ചെയ്യണം. കാരണം സ്വിച്ച് ടാപ്പ് ചെയ്യുന്നതിനാണ് എന്താ പറയുക ഈ വെള്ളം താഴത്തേക്ക് വരിക. അപ്പോൾ നമുക്കിനി ക്യാരറ്റ്, പൊട്ടാറ്റോ അങ്ങനെ വീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തരം ഫാമാണോ വേണ്ടത് അതാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ സീഡായിട്ട്. ഇത് തന്നെ ഞാൻ വില്ലേജേഴ്സ് ഇത് ചെയ്യുന്നിടത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എന്താ പറയുക ക്യാരറ്റും പൊട്ടാറ്റോയും. ബാക്കി വീറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് അല്ലാതെ തന്നെ എന്താ പറയുക സൈഡിൽ നിന്ന് കിട്ടി. ഈ നമ്മളെ ഈ ഗ്രാസ് കളയുമല്ലോ, ഡേർട്ടിൻ്റെ മേത്തിലുള്ള ഗ്രാസ് കളയുന്ന നേരം അവിടെ നിന്ന് ഇങ്ങനെ കുറേ കിട്ടി. അതാണ് കയ്യിലുള്ള വീറ്റ് എന്ന് അറിയുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ഫുഡ് അല്ലാത്ത കയ്യിലുണ്ട്. ഞാൻ മൈനിങ്ങിനൊക്കെ പോകുന്നേരം വഴിയിൽ കാണുന്ന എല്ലാ ആനിമൽസിനെയും അടിച്ചു കൊല്ലും. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ വീറ്റ് എനിക്കിപ്പോഴാണ് അഡ്വാൻറ്റേജ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീറ്റ് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അപ്പം ബ്രെഡും കാര്യമൊക്കെ എനിക്ക് കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ വില്ലേജേഴ്സിൻ്റെ ചെസ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു വില്ലേജ് ഹൗസ് ഉണ്ട്. അപ്പം അവിടുന്ന് ചെസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു വില്ലേജ് മാത്രമല്ല, ഞാനിപ്പോൾ വേറൊരു വില്ലേജ് കൂടിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അത് അത്യാവശ്യം വലിയ വില്ലേജാണ്. ഇതൊരു ചെറിയ വില്ലേജാണ്, പക്ഷേ ഞാൻ കണ്ടുപിടിച്ചത് അത്യാവശ്യം വലിയ വില്ലേജാണ്. ഇവിടുന്ന് കുറേ പോകാനുണ്ട്. അപ്പം മൈനിങ്ങിൻ്റെ കാര്യമായിട്ട് പോയ ടൈമിന് കണ്ടതാണ്. അപ്പം നമുക്കിനി ഈ ഒരു വുഡൻ സ്ലാബ് ചുറ്റിനും വെക്കണം. കറക്റ്റ് ഒരു അടിയിലേക്കായി പോയിട്ട് കറക്റ്റ് ഹൈറ്റ് മേത്തിൽ ഇത് ഫുള്ള് വുഡൻ പ്ലേറ്റും സെറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്താ പറയുക ഇത് സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ വെള്ളം വലിയുന്നത് കണ്ടപ്പോഴാണ് ഞാനതൊന്ന് പൊളിച്ചു നോക്കിയത്. ബട്ട് അത് ഒരു ഇഷ്യൂ ഉള്ളതല്ല. കാരണം വെള്ളം അതിൻ്റെ അടിയിൽ തന്നെ സ്റ്റോർ ആകുന്നുണ്ട്. അത് നമ്മൾ കാണാഞ്ഞിട്ടാണ്. കാരണം ഞാൻ ഈ ഒരു വെച്ച ബ്ലോക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ വെള്ളം ഓട്ടോമാറ്റിക്കലി ഫ്ലോ ആയി. അപ്പോൾ ഉറപ്പായി അവിടെ വെള്ളം ഉണ്ട് എന്നുള്ളത്. ഈ ഒരു സൈഡ് പൊട്ടിച്ചപ്പോൾ ഒക്കെ വെള്ളം വന്ന്. അപ്പോൾ പിന്നെ ഞാനത് അത് ഫുള്ള് സ്ലാബ് തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ വാട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ചുറ്റിനും വാട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഇത് മഡ് അങ്ങനെ ഡ്രൈ ആയി നിൽക്കാൻ ചാൻസ് ഇല്ല. ഇനി ഈ വെള്ളം അവിടെ നിന്ന് പ്ലേസ് ആകുന്നില്ലെങ്കിൽ നമ്മൾ
മേളിൽ ഓപ്പൺ ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ തോനെയും ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുക വേൾഡ് കയറിയതിന് ശേഷം തോനെയും മഴയാണ് പെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേത്തിൽ കവർ ചെയ്യാത്തതും കൊണ്ട് മഴ പെയ്യുന്ന ടൈമിന് നമുക്ക് ഈ മഡൊക്കെ എന്താ പറയുക നനവ് കിട്ടിയും പ്ലാന്റ്സൊക്കെ ഗ്രോത്ത് ആവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിനി മൊത്തം ഈ ഒരു വുഡൻ സ്ലാബ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്ത് ഇത് മൊത്തം കവർ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഡോറ് പ്ലേസ് ചെയ്യുന്നത്. കാരണം ചെസ്റ്റ് അവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ അവിടെ നിന്നായിരിക്കും സുഖം. അപ്പോൾ ഞാൻ ഡോർ അവിടെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെസ്റ്റിലുണ്ട് സാധനം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പ്ലാനിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനത് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ വില്ലേജേഴ്സ് വന്ന് അതെടുത്ത് പോകും. പിന്നെ ഒരു എന്താ പറയുക അവർ ആ ബ്രീഡ് ചെയ്യിക്കുന്ന സാധനത്തിൽ നമ്മളൊരു വൈറ്റ് സാധനം, അതായത് ഈ സൈഡിലുള്ള വൈറ്റ് സാധനം നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഫുഡാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിൽ കിട്ടും. അപ്പം ഞാൻ മൊത്തം വീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. തോനെയും വീറ്റാണ് ഇപ്പോൾ അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് തികയുമെന്ന് വിചാരിക്കാം. തികയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് അത്ര പോരാ. ഇത് ഒരു സ്റ്റാക്കേ ഉള്ളൂ. ഒരു സ്റ്റാക്ക് തന്നെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേക്ക്. അപ്പോൾ ഇനി ഇത്രയും ഓപ്പണാണ്. ഇനി അത് സെറ്റ് ചെയ്യണം. ഇത്രയും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇനി അത് ബാക്കിയോടെയും അതിൻ്റെ സാധനം ഉണ്ടാക്കി സെറ്റ് ചെയ്യണം. ചിലപ്പോൾ ഞാനിതിൽ രണ്ട് വില്ലേജേഴ്സിനെ വെക്കും. അവർക്ക് സീഡും കാര്യമൊക്കെ കൊടുത്ത് അവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓട്ടോമാറ്റിക് ഫാമിൻ്റെ കാര്യം. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി സീരീസ് ആയിട്ട് കാണുന്നവരെ ബൈ.